ലിബ്രെഓഫീസ് ഇംപ്രസ് ഉപയോഗിച്ച് ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻസിൽ ഓഫീസ്, ലിബ്രെഓഫീസ് ഇംപ്രസ് തുറക്കുക. തുറന്നു വരുന്നത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ഇതിൽ കുറേ സ്ലൈഡുകളുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അതിൽ എത്ര സ്ലൈഡുകളുണ്ട്? 4 സ്ലൈഡുകളുണ്ട്. എല്ലാം ഒരുപോലെയുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡുകൾ തിരഞ്ഞെടുക്കാം. ഇവിടെ ടൈറ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, തലക്കെട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഭാഗം ടെക്സ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ തിരഞ്ഞെടുക്കുന്ന ലേഔട്ട് ഒരു ടൈറ്റിൽ ഓൺലി എന്ന് പറയുന്ന ഒരു ലേഔട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ മാത്രമായിട്ട് കിട്ടി. താഴെ എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാം. അബാക്കസ് ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സിൽ സാധാരണയായി കുട്ടികളെ കൊണ്ട് പല സംഖ്യകൾ വായിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഓൺലൈൻ സമയത്ത് നമുക്ക് അബാക്കസ് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അബാക്കസ് ഓരോ കുട്ടിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. നമുക്കത് ഈ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് ഒരുവിധം ഫലപ്രദമായി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ടൈറ്റിൽ കൊടുക്കുന്നു. ഇനി ഈ ടൈറ്റിലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമുക്കറിയാം ഏതൊക്കെ പ്രോപ്പർട്ടിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. ഇനി നമുക്ക് അബാക്കസ് വേണം. അബാക്കസ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഷേപ്പുകളുണ്ട്, ബേസിക് ഷേപ്പുകളുണ്ട്. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾസ് ഉണ്ട്, ലൈൻസ് ഉണ്ട്. നമുക്ക് ഏതാണ് സൗകര്യപ്രദമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ എടുത്ത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വലിക്കുക. അപ്പോൾ അബാക്കസിൻ്റെ ബേസായി. ഇനി അത് ആവശ്യമായിട്ടുള്ള പൊസിഷനിലേക്ക് നീക്കി വയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ വരുത്താം. ഞാനിവിടെ കളറൊന്ന് മാറ്റാണ്. ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും അബാക്കസിൻ്റെ കാലുകൾ ഉണ്ടാക്കണം. ഒരു 3 കാലുകളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. 1, 10, 100. അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി ഇതിങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഒരേ വലിപ്പം വരണമെങ്കിൽ ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഡ്യൂപ്ലിക്കേറ്റ് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിപ്പോൾ 2 എണ്ണമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ 2 എണ്ണം എടുക്കുന്നു. ഇനി അതിന് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് പ്ലേസ് ചെയ്താൽ മതി. സെയിം സൈസിലുള്ളത് കിട്ടും എന്നുള്ള ഒരു പ്രയോജനം
അതുകൊണ്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് ഏതൊക്കെ സ്ഥാനവിലകളാണെന്ന് എഴുതണ്ടേ. ഏതൊക്കെ സ്ഥാനവിലകളാണെന്ന് എഴുതാൻ ഒന്നുകിൽ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എലിപ്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇവിടെ ബേസിക് ഷേപ്സ് പലതും കിടക്കുന്നുണ്ട്. അതേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ നിന്നൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഏതെങ്കിലും ഒരെണ്ണം എടുത്തു. റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. അത് വരച്ചു, നീക്കി വയ്ക്കാം. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് എടുക്കാം. അങ്ങനെ ആവശ്യമായിട്ടുള്ള എണ്ണം ഡ്യൂപ്ലിക്കേറ്റ്സ് എടുത്ത് കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ പോയിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ 100 വരുന്നത്. അപ്പോൾ 100 എന്ന് എഴുതി ചേർക്കുന്നു. അടുത്ത ടെക്സ്റ്റിൽ നമുക്കിവിടെ 10 എന്ന് എഴുതി ചേർക്കാം. ഈ ബോക്സിൽ 1 എന്ന് എഴുതി ചേർക്കാം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ മാറ്റാം. ആവശ്യത്തിനനുസരിച്ച് പ്രോപ്പർട്ടീസ് മാറ്റാം. നമ്മുടെ ഐഡിയ പോലെ ഭംഗിയായിട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ അബാക്കസിൽ മുത്തുകളാണ്. ആ മുത്തുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 3D ഒബ്ജക്ട്സ് ഉണ്ട്. ഈ 3D ഒബ്ജക്ട്സിൻ്റെ താഴേക്കുള്ള ഈ ആരോ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ഷേപ്പുകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഞാൻ സ്പിയറാണ് എടുക്കുന്നത്. സ്പിയർ എടുത്തു. സ്പിയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് വരച്ചാൽ മതി. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് വലിക്കുക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത്. ഞാൻ ഈ വലിപ്പമുള്ളൊരു ഈ വലിപ്പമുള്ള ഒരു സ്പിയറാണ് വരച്ചത്. അതിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മനോഹരമായിട്ടുള്ള കളറുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വലിപ്പമൊക്കെ മാറ്റാനായിട്ട് കഴിയും. ഇനി നമുക്ക് എത്ര മുത്തുകൾ വേണോ അത്രയും മുത്തുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ഷൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ഷൻ ആവും. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നാലും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് F3 ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു 12 മുത്തുകൾ അല്ലെങ്കിൽ ഒരു 10 മുത്തുകൾ വേണമെങ്കിൽ ഇവിടെ എത്ര നമ്പറാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുത്താൽ 12 മുത്തുകൾ
അല്ലെങ്കിൽ 10 മുത്തുകൾ എത്രയാണ് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരും. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഈ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള മുത്തുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് സംഖ്യയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് സംഖ്യകൾ വേണേലും ഉണ്ടാക്കാം. 100ൻ്റെ അതായത് 3 അക്ക സംഖ്യകൾ എത്ര വേണേലും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഈ സ്റ്റാൻഡുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യകൾ എങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഇത് മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ച് അത് ചെയ്യിക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് വർക്ക്ഷീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ചെറിയൊരു ചിത്രവും കൂടിയൊക്കെ ആഡ് ചെയ്തതിന് മനോഹരമാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അങ്ങനെ പുറമേ നിന്നുള്ള എന്തെങ്കിലും ക്ലിപ്പ് ആർട്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ക്ലിപ്പ് ആർട്ട് ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എങ്ങനെയാണ് ആ ക്ലിപ്പ് ആർട്ട് ചിത്രം ഡൗൺലോഡ് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ക്ലിപ്പ് ആർട്ട് എടുക്കുക. അപ്പോൾ ഞാനൊരു കേൾ ക്ലിപ്പ് ആർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ ഇമേജസിൽ വരും. ഇത് മിക്കവാറും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കുക, എന്നിട്ട് നമ്മളതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലൈഡിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് സൈസ് അതിലുള്ള സൈസിലാണ് വരിക. നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് അതിനെ ചുരുക്കോ വലുതാക്കോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിനൊരു ആകർഷകമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യണ വർക്ക്ഷീറ്റ് ആകുമ്പോൾ. ഇനി നമുക്ക് ഈ കുട്ടി എന്തെങ്കിലും പറയുന്ന രീതിയിലാക്കണമെങ്കിൽ ഇവിടെ കോൾ ഔട്ട്സ് ഉണ്ട്. ഇതാ കോൾ ഔട്ടുകൾ കഴിഞ്ഞാൽ കോൾ ഔട്ടുകൾ കാണാം. പല ഷേപ്പുകളുള്ള കോൾ ഔട്ടുകൾ കാണാം. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ റൗണ്ടഡ് ആണ് എടുക്കുന്നത്. റൗണ്ടഡ് കോൾ ഔട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ റൗണ്ട് കോൾ ഔട്ടാണ് എടുക്കുന്നത്. റൗണ്ട് കോൾ ഔട്ട് എടുത്തു. എന്നിട്ട് ആ കുട്ടി എന്തെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റി കൊടുക്കാം വായിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാനിവിടെ ഇതിനെ തിരിക്കുകയോ വളയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അത് സംഭവിക്കും. അതും ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടോ? ഇതിൻ്റെ വലിപ്പം കൂട്ടാൻ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. നമുക്ക് കുട്ടികൾക്കുള്ളൊരു നിർദ്ദേശം പോലെ സംഖ്യകൾ വായിക്കൂ എന്ന് എഴുതിയിടാം. അതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള പോലെ. പല സാധ്യതകളുണ്ട്. ഇപ്പോൾ സംഖ്യകൾ വായിക്കാം. അതിൻ്റെ ആ ചെരിവ് ഇതിനും വന്നു. അപ്പോൾ നമ്മുടെ അബാക്കസ് തയ്യാറായി. ഇത് വെച്ചിട്ട് ഇൻട്രാക്ഷൻ കുട്ടികളുമായിട്ട് നടത്തിയിട്ട് സംഖ്യകൾ വായിക്കാനായിട്ട് കഴിയും. ഇനി നമുക്കത് ഡയറക്റ്റ് സേവ് ചെയ്യുക. നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്യാം. ഒരു പേര് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ നമുക്ക് സേവ് ചെയ്യാം. അബാക്കസ് എന്നുള്ള പേര് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാം. വർക്ക്ഷീറ്റാക്കി ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ
നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ആസ് PDF, ഉബുണ്ടുവിലെ കാര്യമാണ് പറയുന്നത്. എക്സ്പോർട്ട് ആസ് PDF കൊടുത്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വർക്ക്ഷീറ്റിൻ്റെ രൂപത്തിലേക്ക് വരും കേട്ടോ. ഇതിപ്പോൾ ഒരു PDF ഫോർമാറ്റിലാണ് കിടക്കുന്നത്, അത് വേറെയാണ്. അവിടെ PDF ഫോർമാറ്റിൽ അബാക്കസ് കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് വേണമെങ്കിൽ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനായിട്ട്, വർക്ക്ഷീറ്റുകളൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് PDF ഫോർമാറ്റ് ഉപയോഗിക്കാം. ഇൻട്രാക്ഷൻ നടത്താനായിട്ട് നമുക്ക് ഈ ഇംപ്രസിൻ്റെ ഫോർമാറ്റ് .odp ഫോർമാറ്റ് ഉപയോഗിക്കാം. ഇനിയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് ആവശ്യം വരുന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൊക്കെ അനിമേഷൻ കൊടുക്കാം. അനിമേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം.